ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞൊറിവുകളുള്ള പെറ്റിക്കോട്ട് തയ്ച്ചെടുക്കാം. ആദ്യം നമ്മൾ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു 6 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ആക്ച്വൽ ഷോൾഡർ 5.25 ഇഞ്ചാണ്. പെറ്റിക്കോട്ട് എപ്പോഴും ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ട് നിൽക്കേണ്ടത് കൊണ്ട് ഇവിടെ ഞാൻ 5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ചാണ് ഇവിടുത്തെ നെക്ക് വിഡ്ത്ത്. പെറ്റിക്കോട്ട് ആയതുകൊണ്ട് 2.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ആം ഹോള് 5.5 എടുത്തിരിക്കുന്നത്. നോർമൽ 5 ഇഞ്ചാണ്. പെറ്റിക്കോട്ട് ആയതുകൊണ്ടാണ് 1/2 ഇഞ്ച് ഇറക്കിയിരിക്കുന്നത്. ചെസ്റ്റ് അളവ് 24 ഇഞ്ചാണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പ്ലസ് 1 ഇഞ്ച് ഈസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സാധാരണ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കൊരു യു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതാ നമ്മൾ നെക്കിന് ഒരു യു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ബോഡീസിൻ്റെ ലെങ്ത് ആയിട്ട് 10.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. 6 വയസ്സായ കുഞ്ഞിന് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന ബോഡീസിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചാണ്. ഇവിടുത്തെ വേസ്റ്റ് മെഷർമെൻറ്റ് 22 ഇഞ്ചാണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.5 പ്ലസ് 1 ഇഞ്ച് ഈസിന് വേണ്ടി അങ്ങനെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്നിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെറ്റിക്കോട്ട് തയ്ക്കുമ്പോൾ ബോഡി പാർട്ടിൻ്റെതാ ഈ ഒരു ഭാഗം, അതായത് ഷോൾഡർ, നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്ത്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സാധാരണ ഡ്രസ്സിനേക്കാളും കുറച്ചും കൂടെ ഉള്ളിലോട്ടായിരിക്കണം ഇതിൻ്റെ അളവുകൾ. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വൽ ഷോൾഡർ ഇങ്ങോട്ട് കുറച്ചെടുത്തു, നെക്ക് വിഡ്ത്ത് ഇങ്ങോട്ട് കുറച്ചെടുത്തു. നെക്ക് ലെങ്ത്ത് നോർമൽ 3.5 ഇഞ്ച് എടുക്കാറ്, ഇവിടെ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ പെറ്റിക്കോട്ട് പുറത്തേക്ക് കാണാതെ കുട്ടികൾക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നത്. ചെസ്റ്റും വേസ്റ്റും ആ സെയിം മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 ഇഞ്ച് ഈസിന് വേണ്ടി കൊടുത്തത്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. നെക്കിലും ആം ഹോളിലും 4 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. വളരെ നേരിയതായിട്ട് നമ്മൾ മടക്കി തയ്ക്കുകയാണ്. അപ്പോൾ 4 ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഷോൾഡറിൽ നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ബോഡിയുടെ അവിടെ 1 ഇഞ്ച്, താഴെ സ്കേർട്ട് പാർട്ടിനോട് ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ബോഡി പാർട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത്ത് വേണോ അതിൽ നിന്ന് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തതാണ്. ഇവിടെ എടുക്കുന്ന ഫുൾ ലെങ്ത്ത് 27 ഇഞ്ചാണ്. അതിൽ നിന്ന് 10.5 ഇഞ്ച് ബോഡീസിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന അളവ് 16.5 ഇഞ്ചാണ്. അതിനോട് കൂടെ ആ ബോഡി പാർട്ടിനോട് ചേർക്കുന്നിടത്ത് ഒരു 1/2 ഇഞ്ച്, താഴെ 2 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട്. അങ്ങനെ 19 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ 2 ഇരട്ടി വരെ നമുക്ക് എടുക്കാം. അതിനേക്കാളും കൂടുതൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതല്ല ഒത്തിരി ഇങ്ങനെ ഡ്രസ്സ് പൊന്തി നിൽക്കണ്ട, ഒത്തിരി ഞൊറിവ് വേണ്ട എങ്കിൽ വേസ്റ്റിൻ്റെ 1.5 മടങ്ങ് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 മടങ്ങാണ് എടുത്തിരിക്കുന്നത്. 23ൻ്റെ 2 മടങ്ങ് 46 പ്ലസ് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് തയ്ക്കാം. ആദ്യം നമുക്ക് ഈ 2 ഷോൾഡറുകൾ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ്. ആ 1/2 ഇഞ്ച് മാത്രം എടുത്തിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മൾ ഷോൾഡർ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ നെക്ക് ലൈൻ ഒന്ന് തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ചായിരുന്നു ഇവിടുത്തെ തയ്യൽ തുമ്പ്. അപ്പോൾ നമ്മൾ ഒരു ഷോൾഡറിൽ നിന്ന് തുടങ്ങാം. ആ 4 ഇഞ്ച് മാത്രമാണ് നമ്മളിതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നത്. വളരെ തിന്നായിട്ട് മടക്കി കൊടുത്തിട്ട് തയ്ക്കുക. ഈ നെക്ക് ചെയ്ത പോലെ തന്നെ ഈ ആം ഹോളും നമുക്ക് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ നെക്കും ആം ഹോളും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ചെറിയ ഞൊറിവുകൾ കൊടുക്കാം. ഞൊറിവുകൾ കൊടുക്കുമ്പോൾ
ദാ ഈ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം ഞൊറിവുകൾ കൊടുക്കാൻ. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്കേർട്ട് പാർട്ടിൻ്റെ ഞൊറിവുകൾ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക നമുക്കിത് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോയെന്ന്. ഇതുപോലെ തന്നെ അപ്പുറത്തെ പീസും ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യാം. ഇതാണ് ബോഡി പാർട്ടിൻ്റെ നല്ല വശം. അതിലേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. 1/2 ഇഞ്ചായിരുന്നു നമ്മുടെ തയ്യൽ തുമ്പ്. ആ 1/2 ഇഞ്ച് മാത്രം എടുത്ത് തയ്ച്ചു കൊടുക്കുക. നമ്മൾ ആ രണ്ട് സ്കേർട്ട് പാർട്ടും ഇതിനോട് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു തയ്യൽ തുമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് 1/2 ഇഞ്ചായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1/4 ഇഞ്ച് മടക്കിയിട്ട് ഈ സ്കേർട്ട് പാർട്ടിനോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. തയ്ക്കുമ്പോൾ ഇതാ ഈ രണ്ട് തുണി ഇങ്ങനെ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ വേണം തയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഞൊറിവുകളും ആ കറക്റ്റ് സ്ഥാനത്ത് വെച്ചിട്ട് ഇതാ ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് നമ്മൾ. നല്ല വശത്തുനിന്ന് ഇതെങ്ങനെയാണ് ഇരിക്കുക, ഉൾവശത്തുനിന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണുന്നില്ല. ഇനി നമുക്ക് ഈ സൈഡ് ബോഡിയാണ് ജോയിൻ ചെയ്യാനുള്ളത്. 1 ഇഞ്ചായിരുന്നു നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മളിവിടെ 1 ഇഞ്ച് സാധാരണ തയ്ക്കും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചീത്തവശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ നല്ല വശം. ചീത്തവശങ്ങൾ തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ, തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ ആദ്യം 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് എടുത്തിട്ട് ഈ രണ്ട് സൈഡും തയ്ക്കാൻ പോവാണ്. നമ്മൾ നല്ല വശത്ത് നിന്ന് രണ്ട് സൈഡിലും 1/4 ഇഞ്ച് വീതം തയ്ച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉൾവശം പുറത്തേക്ക് എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ 1/4 ഇഞ്ച് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ബാക്കി 3/4 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ നിന്ന് മുതൽ താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വശത്തേക്കൊന്ന് മറച്ചു നോക്കാം എങ്ങനെയാണ് സ്റ്റിച്ചിങ് വന്നതെന്ന്. ഇതാണ് നല്ല വശം, ഇതാണ് ഉൾവശം. അപ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് നിൽക്കുന്നില്ല. ഈ സ്റ്റിച്ചിന് മേലെ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അടിഭാഗം മടക്കി തയ്ക്കാം. 2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം 1 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 ഇഞ്ച് മടക്കുക. ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മുടെ പെറ്റിക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിഭാഗം നമ്മൾ മടക്കി തയ്ച്ചു. എല്ലാ തയ്യൽ തുമ്പുകളും കൺസീലായിട്ടുണ്ട്. നൂലൊന്നും ഇങ്ങനെ വിട്ട് പോരില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. Thank you.